Hello guys, thanks for checking back on my channel, Mr. Chef. നമ്മുടെ നാട്ടിലിപ്പോൾ മാങ്ങകളുടെ സീസണാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മാങ്ങകൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ടൈമാണ്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും മാങ്ങ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മാംഗോ മൂസിൻ്റെ റെസിപ്പിയാണ്. ഇനി നിങ്ങൾ UAE-ലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ മാതിരി മാങ്ങ ഇവിടെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മാംഗോ മാനിയ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. 2 ദിവസം മുമ്പായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഇനോഗ്രേഷനായിട്ട് ഗസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട മലയാള ചലച്ചിത്ര താരം പെപ്പെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. വളരെയധികം വെറൈറ്റീസ് ഓഫ് മാംഗോ, ഏകദേശം 76 മുകളിൽ വെറൈറ്റി മാംഗോസ് ഉണ്ടായിരുന്നു. അതുമാതിരി മാംഗോ ഉണ്ടാക്കിയ ഡെസേർട്ടുകൾ, അതുമാതിരി മെയിൻ കോഴ്സുകൾ, കുറേയധികം ഡിഷസുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ടേസ്റ്റ് ചെയ്യുന്നു. വളരെ നല്ലൊരു ഫംഗ്ഷൻ തന്നെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ UAE-ലുള്ള ആൾക്കാർക്ക് ലുലുവിൽ നിന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വളരെ കുറഞ്ഞ ചിലവിൽ നല്ല അടിപൊളി മാങ്ങകൾ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ളവർക്ക് അവിടെ പോയിട്ട് മേടിച്ച് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈതർ വേ നിങ്ങൾക്ക് മാങ്ങ അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള ഐറ്റംസ് എല്ലാം ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 8 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് 3.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് ബ്ലൂം ചെയ്യാനായിട്ട് നമുക്ക് സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തായി സ്റ്റവ് എടുത്ത് വെച്ചതിന് ശേഷം സ്റ്റവ് ഓണാക്കി ഇതിലേക്ക് നമുക്കൊരു പാത്രം വെച്ച് ഒരു 700 ml മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. 1.5 കപ്പ് ഷുഗർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഇത് ഡിസോൾവ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളൊഴിച്ച മിൽക്ക് ചെറുതായി ഒന്ന് ചൂടാവുകയും നമ്മളിട്ട ഷുഗർ ഡിസോൾവ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മാറ്റാൻ പറ്റുന്നതാണ്. നമുക്ക് ഇത് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. നമ്മളിട്ട ഷുഗർ ഡിസോൾവ് ആയതിനു ശേഷം നമ്മളുടെ പാത്രം നമുക്കിന്ന് സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തായി നമ്മുടെ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ജാർ എടുത്ത് വെച്ച്, ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്കിന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മുടെ മാങ്ങ ഇവിടെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് പ്യൂരാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗൈസ്, നമ്മുടെ മാങ്ങ ഇവിടെ ഞാൻ പ്യൂരെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, പേസ്റ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പ്യൂരെ ആക്കിയതിന് ശേഷം നമ്മൾ 4 കപ്പായിട്ട് മെഷർ ചെയ്ത് കറക്റ്റ് മെഷർ ചെയ്തതിന് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമുക്കിത് സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഗൈസ്, അടുത്തായി നമ്മൾ ഒരു ബോളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഏറ്റവും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫോം കിട്ടാനായിട്ട് ചിൽഡ് ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഗൈസ്, നമ്മുടെ ക്രീം ഇവിടെ റെഡിയുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി തിക്കായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമ്മൾ ബീറ്റ് ചെയ്യരുത്, അത് ഓവർ ബീറ്റ് ചെയ്ത് നമ്മളുടെ മൂസ് പൊട്ടിപ്പോകാനായിട്ട് കാരണമാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ നേരത്തെ ചെറുതായിട്ട് ചൂടാക്കിയ മിൽക്കിലേക്ക് സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ജലാറ്റിൻ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ജലാറ്റിൻ നന്നായിട്ട് ഡിസോൾവ് ആവുന്നവരെ നമുക്ക് വിസ്ക് കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളുടെ മാംഗോ പ്യൂരെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് വളരെ ജെൻറ്റിലായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മാംഗോ പൾപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുത്തായി നമ്മൾ നേരത്തെ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ജലാറ്റിനും മിൽക്കും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഒരു പോറിങ് കൺസിസ്റ്റൻസിയിലാണ് ഫൈനലായിട്ട് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ജലാറ്റിൻ ഉള്ളതുകൊണ്ട് ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഗൈസ്, അടുത്തായിട്ട് നമുക്ക് ഒരു മോൾഡിലേക്ക് നമ്മളുടെ മൂസ് കേക്കിൻ്റെ മിക്സർ ഒഴിക്കാം. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് ഒരു റബ്ബറിൻ്റെ മോൾഡാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഡീമോൾഡ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ മോൾഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ മോൾഡ് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അവിടുന്ന് മേടിക്കാൻ പറ്റുന്നതാണ്.
ഇനി നമ്മളുടെ മിക്സർ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. നമ്മളുടെ എയർ ബബിൾസ് ഇതിനുള്ളിൽ ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരാൻ വേണ്ടിയാണ്. അടുത്തായിട്ട് നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂർ വരെയാണ് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അടുത്തതായിട്ട് ഈ മൂസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് മിസ് ചെയ്യാണ്ടിരിക്കാണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മാങ്ങ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പഴുത്ത മാങ്ങ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് വെറൈറ്റി മാങ്ങായും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അധികം നാരില്ലാത്ത മാങ്ങ സെലക്ട് ചെയ്യാനാണ്. കാരണം നമ്മളുടെ ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനായിട്ട് നാരില്ലാത്ത മാങ്ങയാണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാരുള്ള മാങ്ങയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് സ്ട്രെയിൻ ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ അരിച്ചെടുത്ത് അതിൻ്റെ ഫൈബർ അല്ലാന്നുണ്ടെങ്കിൽ നാരുകൾ മാറ്റിയതിന് ശേഷം അതിൻ്റെ പ്യൂരെ മാത്രം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പേസ്റ്റ് മാത്രം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഇത് കീപ്പ് ചെയ്യേണ്ടത് ഏകദേശം 4 മണിക്കൂറാണ്. ഫ്രിഡ്ജിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്, ഫ്രീസറിലല്ല. ഫ്രിഡ്ജിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത് 4 മണിക്കൂറാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കിത് സെറ്റായി കിട്ടാൻ വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഇത് സെറ്റ് ചെയ്യുന്ന ടൈം, ഇത് നമ്മളുടെ മൂസ് സെറ്റാവുന്ന ടൈം ഡിഫറെൻ്റ് ആവാൻ വഴിയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രിഡ്ജാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ടൈം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നമുക്ക് പതുക്കെ തട്ടി നോക്കുമ്പോൾ ഇത് നമ്മൾ സെറ്റായോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് മൂസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത് ജലാറ്റിനാണ്. ജലാറ്റിന് പകരം നമുക്ക് അഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ജലാറ്റിൻ ആനിമൽ ബൈ പ്രോഡക്റ്റ് ആണ്, അഗർ വെജിറ്റബിൾ ആണ്, വെജിറ്റബിൾ ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ അഗർ ഉപയോഗിക്കുക. നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ജലാറ്റിൻ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഗൈസ്, ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മൂസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് എങ്ങനെ ഡീമോൾഡ് ചെയ്യാൻ നോക്കാം. ഡീമോൾഡ് ചെയ്യാനായിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം നമ്മളുടെ മൂസ് കേക്ക് ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഒരു 15-20 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രം എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. നമ്മളുടെ മൂസ് കേക്ക് നല്ല അടിപൊളിയായിട്ട് ഡീമോൾഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന മാതിരി അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മളുടെ ജലാറ്റിൻ്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ടാണ് നല്ല പക്കയായിട്ട് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഇതെങ്ങനെയൊന്ന് ഗാർണിഷ് ചെയ്യാൻ നോക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നമുക്കിന്ന് ജസ്റ്റ് നൈസായിട്ടൊന്ന് പൈപ്പ് ചെയ്യാം. കുറച്ച് കട്ട് ചെയ്ത മാങ്ങ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതുമാതിരി തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഗാർണിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് നമുക്ക് കളർഫുൾ ആക്കാനായിട്ട് കുറച്ച് സ്ട്രോബെറിയും കൂടെ നമുക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം. അടുത്തത് നമുക്ക് കുറച്ച് മാംഗോ പൾപ്പ് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാംഗോ മൂസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളുടെ മൂസ് കേക്ക് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ തന്നെ നിങ്ങളോട് എപ്പോഴും അടിപൊളി ടേസ്റ്റാണ് ഞാൻ പറഞ്ഞതിൽ കഥയില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്കും മനസ്സിലാവും ഇത് നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ് അല്ലെങ്കിൽ സ്വീറ്റ്സാണ്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന മാതിരിയാണ്. അത്രയ്ക്ക് കറക്റ്റായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടിയത്. പ്രത്യേകിച്ച് ജലാറ്റിൻ നിങ്ങൾ ഇടുമ്പോൾ എക്സാക്ട്ലി മെഷർ ചെയ്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് പെട്ടെന്ന് സെറ്റ് ആവാനും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാനുമായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിന് നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സും വളരെ ഹാപ്പി ആയിരിക്കും. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമാതിരത്തെ വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, until I see you with a different video. Bye bye.